നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയ്പമംഗലത്ത് ബൈക്ക് യാത്രക്കാരനെ 3 അംഗ സംഘം ആക്രമിച്ചു. കാറിലെത്തിയ സംഘം യുവാവിന്റെ വീടും ആക്രമിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 12ാം പഞ്ചവത്സര പദ്ധതി വികസന സെമിനാർ നടത്തി. തൃപ്രയാർ ക്ഷേത്രത്തിന്റെ കിഴക്കേ കവാടം സമർപ്പണം നടൻ സുരേഷ് ഗോപി ചൊവ്വാഴ്ച നിർവഹിക്കും. വാർത്തകൾ വിശദമായി. 3 പീടിക അറവുശാലയിൽ 3 അംഗ സംഘം ബൈക്ക് യാത്രക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. പ്രതികാരമെന്നോണം കാറിലെത്തിയ സംഘം അക്രമികളിൽ ഒരാളുടെ വീട്ടിൽ കയറി വീട്ടമ്മയെയും ആക്രമിച്ചു. തിങ്കളാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. വഴിയമ്പലം സ്വദേശി പറപ്പറമ്പിൽ ശ്രീനി എന്ന ശ്രീനിവാസനാണ് അറവുശാലയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത്. ബൈക്കിലിരിക്കുകയായിരുന്ന തന്നെ പിന്നിൽ നിന്നെത്തിയ സംഘം മർദ്ദിക്കുകയായിരുന്നുവെന്ന് ശ്രീനി പറഞ്ഞു. തലയിൽ കരിങ്കല്ലുകൊണ്ടുള്ള ഇടിയേറ്റ ശ്രീനിയെ പെരിഞ്ഞനം കുറ്റിലക്കടവ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ഉടൻ സ്ഥലത്തെത്തിയ പോലീസ് ചൂലുകാരൻ ഷിഹാബ് എന്നയാളെ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതുകഴിഞ്ഞ് അല്പസമയത്തിനകമാണ് വഴിയമ്പലം പടിഞ്ഞാറ് ഭാഗത്തുള്ള ഷിഹാബിന്റെ വീട് ആക്രമിക്കപ്പെട്ടത്. കാറിലെത്തിയ ഒരു സംഘം ആളുകൾ വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ഷിഹാബിന്റെ ഉമ്മ റസിയ പറഞ്ഞു. പരിക്കേറ്റ ഇവരെ മതിലകം റിലീഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിലെ ടിവിയും മേശ, കസേര, ടേബിൾ എന്നിവ അക്രമി സംഘം തകർത്തിട്ടുണ്ട്. അടുക്കളയിൽ കയറി പാത്രങ്ങൾ നശിപ്പിച്ച സംഘം വസ്ത്രങ്ങളും വാരി വലിച്ചിട്ട നിലയിലാണ്. സംഭവ സമയത്ത് റസിയ മാത്രമേ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ: ഷിഹാബിന്റെ പിതാവ് ചൂലുകാരൻ മുസ്തഫയെ 12 വർഷം മുൻപ് ശ്രീനി കുത്തിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ഇതിന്റെ കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ ചൊല്ലിയാണ് ഷിഹാബ് അറവുശാലയിൽ വെച്ച് ശ്രീനിയെ ആക്രമിച്ചത്. ഇതിന്റെ പ്രതികാരമെന്നോണമാണ് ഷിഹാബിന്റെ വീട് ആക്രമിക്കപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുകൂട്ടർക്കുമെതിരെയും കേസെടുത്തിട്ടുണ്ട്. ചാമക്കാലയിൽ വ്യാപാരിക്ക് നേരെ 3 അംഗ സംഘത്തിന്റെ ആക്രമണം. ഞായറാഴ്ച രാത്രി 10:30യോടെ കടയിലെത്തിയ സംഘത്തിന് ചില്ലറ മാറി നൽകിയില്ലെന്ന് പറഞ്ഞായിരുന്നു അക്രമം. അക്രമികളുടെ ഇടിയേറ്റ് മൂക്കിന്റെ പാലം പൊട്ടിയ കടക്കാരൻ ചാമക്കാല സ്വദേശി പള്ളിപ്പറമ്പിൽ അബ്ദുൽ ലത്തീഫിനെയും ബന്ധുവായ കോടമ്പി വീട്ടിൽ ഷംസുദ്ദീനെയും കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി ചാമക്കാല 4 കൂടിയ സെന്ററിലായിരുന്നു സംഭവം. ബീഡിയും സിഗരറ്റും വാങ്ങാൻ സെന്ററിലെത്തിയ നിഹാൽ സ്റ്റോഴ്സ് എന്ന കടയിൽ കയറിയ സംഘം 500 രൂപ നോട്ട് നൽകിയപ്പോൾ കടയുടമ ചില്ലറയില്ലെന്ന് പറഞ്ഞതോടെയാണ് സംഘം വ്യാപാരിയെ ആക്രമിച്ചത്. ലത്തീഫിന്റെ മൂക്കിൽ നിന്നും ചോരയൊലിക്കുന്നത് കണ്ട് അടുത്തെത്തിയ ഷംസുദ്ദീനെ സംഘം സോഡാകുപ്പി പൊട്ടിച്ച് അടിക്കുകയായിരുന്നു. ഷംസുദ്ദീന്റെ കയ്യിൽ സോഡാകുപ്പി കൊണ്ടുള്ള മുറിവേറ്റിട്ടുണ്ട്. ചന്ദ്രാപിന്നിയിൽ ഞായറാഴ്ച വൈകിട്ടുണ്ടായ DYFI BJP സംഘടനവുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകരായ 6 പേർക്കെതിരെ മതിലകം പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ചന്ദ്രാപിന്നി സ്വദേശികളായ തോട്ടാരത്ത് കുട്ടമണി എന്ന പ്രജീഷ്, തോട്ടാരത്ത് കൃഷ്ണകുമാർ, തോട്ടാരത്ത് ശരത്, തോട്ടാരത്ത് അപ്പു എന്ന സുഹാസ്, തോട്ടാരത്ത് മണികണ്ഠൻ, നമ്പിലത്ത് ചിഞ്ചു ശങ്കർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഞായറാഴ്ച വൈകിട്ടുണ്ടായ സംഘടനത്തിൽ 3 DYFI പ്രവർത്തകർക്കും 2 BJP പ്രവർത്തകർക്കും പരിക്കേറ്റിരുന്നു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 12ാം പഞ്ചവത്സര പദ്ധതി വികസന സെമിനാർ നടത്തി. VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പരിപൂർണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് കേരള സംസ്ഥാനം. അതുകൊണ്ടാണ് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ അതിൻ്റെതായ നിലയിലുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതും. മറ്റ് സംസ്ഥാനങ്ങൾ പലരും ഇവിടെ വന്ന് എങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നതിന്റെ കാര്യത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഇപ്പോ എനിക്ക് ഈ സെമിനാറിൽ പറയാനുള്ള കാര്യം, വികസന കാര്യങ്ങളിൽ നമ്മുടെ ലോക്കൽ ബോഡി ഗവൺമെന്റുകൾക്ക് അധികാരം നൽകി എന്ന് പറയുമ്പോൾ ഒരുപാട് പരിമിതികൾ ഓരോ വർഷം ചെല്ലുന്നതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അധികാരം നൽകി എന്ന് പറയുന്നത് പോലെ തന്നെ അധികാരം മാത്രമല്ല, റെസ്പോൺസിബിലിറ്റി കൂടി പൂർണ്ണമായിട്ടും ലോക്കൽ ബോഡി ഗവൺമെന്റുകളുടെ തലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഒഫൂർ, എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തങ്കപ്പൻ, AM സുബ്രഹ്മണ്യൻ, സത്യഭാമ ദിനേശൻ, സുജ ശ്രീകുമാർ, EV രമേശൻ, CK അബ്ദുൾ മജീദ് തുടങ്ങിയവരും പ്രസംഗിച്ചു. ഭൂപരിഷ്കരണ നിയമം സംരക്ഷിക്കുക എന്നതുൾപ്പെടെ നിരവധി ആവശ്യങ്ങളുമായി കേരള കർഷക സംഘം, കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ, പട്ടികജാതി റെസിഡൻസ് അസോസിയേഷൻ എന്നിവ നടത്തുന്ന സമര പ്രക്ഷോഭത്തിന്റെ ഭാഗമായി എടത്തുരുത്തി വില്ലേജ് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി. KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ കേരള കർഷക സംഘം നാട്ടിക ഏരിയ സെക്രട്ടറി PV രവീന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ജനുവരി 1 എന്നത് 2013 ജനുവരി 1 മുതൽ ആ സമരം ആരംഭിച്ചു.
പോലീസ് സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യും. പോലീസ് അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ ഇറങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ജയിലിലേക്ക് പോകുകയാണ്. 250 പ്രവർത്തകർ ഒരു ജില്ലയിൽ നിന്ന് ജാമ്യം എടുക്കാതെ ജയിലിലേക്ക് പോകാൻ തയ്യാറായിട്ടാണ് സമരം. തുടർന്നുള്ള ദിവസങ്ങളിൽ 100 പേരുടെ സമരമാണ് നാം തീരുമാനിച്ചത്. തുടർന്ന് 10 ദിവസം 100 പേരടങ്ങുന്ന ബാച്ചുകളായിട്ടാണ് സമരം നടത്തുന്നത്. അത് കഴിഞ്ഞാൽ ഏരിയ തലത്തിലേക്ക് ഈ സമരം നമ്മൾ വ്യാപിപ്പിക്കും. KR ഹരി അധ്യക്ഷനായി. AV സതീഷ്, KA വിശ്വംഭരൻ, MK വേലായുധൻ, K കൊച്ചുമോൻ, KG സുഖദേവ് എന്നിവരും പ്രസംഗിച്ചു. ഒരിടവേള.